ഈ മാസം 5-നാണ് ഋഷിരാജ് സിംഗ് KCB വിജിലൻസ് ഓഫീസറായി ചുമതല ഏറ്റെടുത്തത്. ഓണാവധി ദിനങ്ങൾ മാറ്റി നിർത്തിയാൽ ഒരാഴ്ചയാണ് പരിശോധനകൾക്കായി സമയം ലഭിച്ചത്. ഇന്നലെ വരെ സംസ്ഥാനത്താകെ പിടികൂടിയത് 1,49,04,200 രൂപയുടെ വൈദ്യുതി മോഷണം. 1,764 പരിശോധനകളിലൂടെ 170 കേസുകൾ രജിസ്റ്റർ ചെയ്താണ് ഇത്രയും രൂപയുടെ വൈദ്യുതി മോഷണം കണ്ടെത്തിയത്. ഗാർഹിക ഉപഭോക്താക്കൾ മുതൽ വ്യവസായങ്ങൾ വരെ പ്രതിപട്ടികയിലുണ്ട്. സാമ്പത്തിക ഭദ്രതയുള്ളവരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് വൈദ്യുതി മോഷണത്തിൽ മുന്നിലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഋഷിരാജ് സിംഗ് തന്നെ. ആവശ്യത്തിന് വേണ്ടി എല്ലാ ആളുകളും മോഷ്ടിക്കാൻ തന്നെ ഒരു കാര്യം മനസ്സിലായോ? ഒരു പിയോണിൻ്റെ വീട്ടിൽ വേണമെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് എത്രയായാലും ഒരു വലിയ തുക തന്നെ ആയിരിക്കും അല്ലേ? മറ്റേ പിയോന്ന് വീട്ടിൽ നിന്ന് ഞങ്ങൾ അവരുടെ വീടുകളും കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് മോഷണം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളിന്ന് കിട്ടിയത് ചുരുങ്ങിയെങ്കിലും 3 അല്ലെങ്കിൽ 2-4 AC-യിലുള്ള വീട്ടിൽ നിന്ന് മാത്രമേ നമ്മൾ മോഷണം കിട്ടിയുള്ളൂ. റിട്ടയർഡ് ചെയ്ത KSMന്റെ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ നിന്ന് മിനിഞ്ഞാന്ന് 2 ലക്ഷത്തിൻ്റെ മോഷണം പിടിച്ചു. റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലെ മോഷണത്തിൻ്റെ എന്തോ കുറവ്, ഈ നമ്മുടെ പൈസയുടെ എന്തോ കുറവായിരിക്കുമെന്ന്. കഴിഞ്ഞ വർഷം മൊത്തം കണ്ടെത്തിയത് 386 കേസുകൾ മാത്രമാണ്. ഇതിൽ 69% ഗാർഹിക ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നാണ്. KCB വിജിലൻസിന് 33 സംഘങ്ങളുണ്ടെങ്കിലും ഇതുവരെ പ്രവർത്തനം സജീവമായിരുന്നില്ല. പ്രവർത്തനം വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായി വൈദ്യുതി മോഷണം അറിയിക്കുന്നവർക്ക് 50,000 രൂപ വരെ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.